ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. റെട്രോ സിനിമ ഇന്നലെ റിലീസായി. ഒരുപാട് റിവ്യൂസ് വന്നിട്ടുണ്ട്. പ്രധാന റിവ്യൂവേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളൊന്ന് വിലയിരുത്തുന്നത്. അപ്പോൾ ഈ ഒരു രീതി ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ബസൂക്കൊക്കെ ചെയ്തു, പിന്നെ തുടരും ഈ സിനിമക്കും ചെയ്തു, ഇപ്പോൾ റെട്രോ. ഓക്കെ, ആദ്യം നമ്മൾ ആരെ പിടിക്കണം? റീലോഡ് പിടിക്കാം. റീലോഡ് തുടങ്ങാം. അതെ, റെട്രോ എന്നാണല്ലോ. അപ്പോൾ അതിൻ്റെ 6 വെച്ച് തുടങ്ങുന്നത് കൊണ്ട് നമുക്ക് റീലോഡിൽ നിന്ന് തുടങ്ങാം. എന്താണെങ്കിലും ഫസ്റ്റ് തന്നെ ആള് പറഞ്ഞിട്ടുള്ളത് ഹൈലി ഡിസപ്പോയിന്റഡ്. ആൾക്ക് ഈ സിനിമ ഒട്ടും വർക്കായിട്ടില്ല. റിവ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. ആള് പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ്. വളരെ വ്യക്തമായിട്ട് ആള് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏറ്റവും വീക്കസ്റ്റ് കാർത്തിക് സുബ്രാജ് മൂവി എന്നാണ്. അതാണ്. അതുപോലെ തന്നെ ആള് പറഞ്ഞിട്ടുണ്ട് സിനിമയ്ക്ക് ഒരു സ്ട്രക്ചർ ഇല്ല. അതെ, അതായത് ആള് പറയുന്നത് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു എന്നുള്ള സാധനമായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാട്. ഈ സിനിമയുടെ രീതി തന്നെ അങ്ങനെയാണ് കേട്ടോ. അതായത് കാർത്തിക് സുബ്രാജിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. ശരിക്കും എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയ ഒരു കാർത്തിക് സുബ്രാജ് മൂവി ഏതാണ്? ഉണ്ടാവൂല. വളരെ ഡൗട്ടാണ്. അഭിപ്രായം എല്ലാ സിനിമകൾക്കും അങ്ങനെ മിക്സ്ഡ് ആയിരിക്കും അഭിപ്രായങ്ങളൊക്കെ വരാറുള്ളത്. പിന്നീട് അതിന്റെ അഭിപ്രായങ്ങൾ മാറി വരാറുണ്ട്. അങ്ങനെയൊക്കെയാണ് അതിന്റെ രീതി. പിന്നെ ആള് പറഞ്ഞിട്ടുള്ള വില്ലന്മാരെ കുറിച്ചാട്ടോ. വില്ലന്മാരെ എല്ലാരെ കുറിച്ചും ഒരേ അഭിപ്രായമാണ്, വളരെ മോശം. വില്ലന്മാരൊക്കെ ശരിക്കും ശക്തമായിട്ട് ഫീൽ ചെയ്യണം. തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ. ഞങ്ങൾക്ക് എന്തായാലും വില്ലൻ ഭയങ്കര ശക്തനായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ചെയ്യുന്ന രീതികളും കാര്യങ്ങളും അത് കംസനായിട്ടാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. ഇതിലെ വില്ലൻ ഒരേ ഒരു വില്ലനേ ഉള്ളൂ. അത് നാസർ ചെയ്യുന്ന കഥാപാത്രമാണ്, അല്ലാത്തൊന്നും വില്ലന്മാരല്ല. തെറ്റിദ്ധരിച്ചിരിക്കും. അതെ, ഇതിന്റെ സ്റ്റോറി ബേസ് ചെയ്തിട്ടാട്ടോ നമ്മള് സിനിമയുടെ കാര്യം പറഞ്ഞത്. എന്തായാലും ആൾക്ക് ഇത് തീർത്തും ഒരു നിരാശയായിട്ടുള്ള സിനിമയാണ്. അതെ, ആള് പിന്നെ വേറെ കാര്യം കൂടി പറഞ്ഞു. ആള് സെക്കൻഡ് ഹാഫ് ആണ് വളരെ മോശം. അപ്പൊ ഫസ്റ്റ് ഹാഫ് കുറച്ചെങ്കിലും ഒക്കെ ആൾക്ക് ഒരു എന്റർടൈൻമെന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സെക്കൻഡ് ഹാഫ് വളരെ മോശം എന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം പോലും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അത് ആളുടെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. നമ്മൾ അതിന്റെ ഒരു വിശകലനം നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആളിങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, പറയാന്നുള്ളതാണ്. ന്യായീകരിക്കുക അല്ലെങ്കിൽ അതിനെ എതിർക്കുകയല്ല കേട്ടോ. അതാണ്. അടുത്തത് അശ്വന്ത് കോക്ക്. മൾട്ടി ലീനിയർ അപരാധം എന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത്. ആളുടെ ക്യാപ്ഷൻ തന്നെ അതാണ്. തമ്പനയില് ആളുടെ ലുക്ക്, അതായത് റെട്രോ ലുക്ക്, ഈ മീശ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടാണ്. നമ്മുടെ റെഡിൻ കിങ്സ്ലി ഇല്ലേ, ആ രൂപത്തിലേക്കാണ് ചിലരൊക്കെ. റെഡിൻ കിങ്സ്ലി ഉണ്ട്, അങ്ങനെ പല ആൾക്കാരും ഉണ്ട് അങ്ങനെ താടി വെച്ചേക്കുന്നത്. ഓക്കെ, നീ ഉദ്ദേശിച്ചത് മുന്നിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആവുന്നുള്ളതല്ലേ? അത് പല ആൾക്കാർക്കും കറക്റ്റ് ആവും. അതെ. ഓക്കെ, അതായത് മൈത്രേന്റെ മീശനെ കുറിച്ചാണ് ആൾ പറയുന്നത്. ആ ലുക്കൊക്കെ ഉണ്ട്. ലുക്കാട്ടോ, സൂര്യയുടെ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സൂര്യന്റെ ഞാൻ വിചാരിച്ചു കോക്ക് ഇത് വെച്ച് വന്നപ്പോ കിട്ടില്ല ലുക്കാണ്. പക്ഷെ കോക്കിനെ ഈ താടി ചേരുന്നില്ല. ആൾക്കാർ പിന്നെ ചേരുന്ന് നോക്കിട്ടല്ലോ. അതൊരു സത്യം. അതായത് കങ്കുവല്ലേ, കങ്കുവക്ക് ചവിട്ടില്ലേ, ചാക്കല്ലേ അല്ലേ, നമ്മൾ റൂമിലൊക്കെ ഇടുന്ന ചവിട്ടില്ലേ, സെന്റർ ഓട്ടാക്കിട്ടേ അത് കഴുത്തിലൂടെ ഇട്ട ആളാണ്. അതൊക്കെ സ്പൂഫ് പോലെ എടുക്കണം. അതെ. അല്ലെങ്കിൽ ആളുടെ റിവ്യൂ എപ്പോഴും അങ്ങനെ തന്നെയാണ്. കുറച്ച് റോസ്റ്റ് പരിപാടിയായിരിക്കും. മോണാക്റ്റും മിമിക്രിയും എല്ലാം ഉൾപ്പെടുന്ന സാധനമായിരിക്കും. എന്താണെങ്കിലും സിനിമയെ കുറിച്ച് ആള് പറഞ്ഞിട്ടുള്ള ഗംഭീര തുടക്കം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ടെക്നിക്കലി ഹൈ ക്വാളിറ്റി ആയിരുന്നു. സത്യമാണ് ആൾക്ക്. അതെ, നല്ല തുടക്കം. അതിൽ ആ ട്രെയിൻ ഫൈറ്റും പിന്നെ അതിനുശേഷം വരുന്ന ഒരു 20 മിനിറ്റോളം ഉള്ള ഒരു സിംഗിൾ ഷോട്ടും അതൊക്കെ ഗംഭീര സാധനം തന്നെയായിരുന്നു. ഞെട്ടിച്ചു. അത് നമ്മൾ തിയേറ്ററിലിരുന്ന് ഇത് ആസ്വദിക്കുന്ന സമയത്ത് ചിലർക്കൊന്നും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം നമ്മളിത് അത് പൊളിച്ച് ഇതെന്തോ തീരാതെ ഞങ്ങൾ ചർച്ച ചെയ്തോണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ ഇവന്മാരെന്തീ കിടന്ന് കാണിക്കുന്നത്. പക്ഷെ ആ സിംഗിൾ ഷോട്ടിന്റെ ഒരു ഭംഗി, അതൊരു ഭയങ്കര രസം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ആൾക്ക് ഇതിൽ പറ്റാതിരുന്നത് കഥയും തിരക്കഥയും വളരെ മോശം എന്ന് തന്നെയാണ് ആള് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചില ആൾക്കാരുടെ പെർഫോമൻസിന്റെ കാര്യം എടുത്തു, പ്രത്യേകിച്ച് ചില ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ഒക്കെ ആൾക്ക് തീരെ വർക്കായിട്ടില്ല. പിന്നെ ചിലരുടെ അഭിനയം, അതിൽ പലതും വരും. ഇത് ശരിക്കും ഭയങ്കര മിക്സ്ഡ് തന്നെയായിരുന്നു കോക്കിന്റെ റിവ്യൂ കേട്ടോ. ആൾക്ക് സനയുടെ മ്യൂസിക്,
കിടിലനായിട്ടാണ് തോന്നുന്നത്. അത് കിടിലൻ തന്നെയായിരുന്നു, അത് കിടിലനായിട്ടാണ് ആൾക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൂര്യയുടെ ലുക്ക്, സ്വാഗ്, സ്ക്രീൻ പ്രസൻസ് ഇതെല്ലാം കിട്ടുമെന്ന് തന്നെയാണ് ആള് പറഞ്ഞിട്ടുള്ളത്. ഭീകരമായിട്ടുള്ളൊരു ലുക്കും രീതിയിലാണ് സൂര്യ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി ഗംഭീരം തന്നെയായിരുന്നു. പക്ഷെ ഈ സിനിമയിലായിപ്പോയി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടോ, ജോജി ജോർജിന്റെ കാര്യം പറയുന്നുണ്ട്, ഈ സിനിമയിലായിപ്പോയി എന്നാണ് ആള് പറയുന്നത്. ജയറാമിന്റെ ക്യാരക്ടറിനെ ആൾക്ക് ഒട്ടും പറ്റിയിട്ടില്ല, ആൾക്ക് അത് ഒട്ടും പിടിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത്രയും ഈ സൂര്യന്റെ ലുക്കും സ്റ്റൈലും സ്വാഗും ഒക്കെ ഉള്ളൂ എന്ന് കൂടിയാണ് ആള് പറഞ്ഞു വെക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതായത് കഥല്ല, തിരക്കഥല്ല, പക്ഷെ ടെക്നിക്കലി ഹൈ ക്വാളിറ്റിയാണ്. സൂര്യയുടെ ലുക്ക്, സൂര്യയുടെ സ്വാഗ്, സ്റ്റൈല്, സ്ക്രീൻ പ്രസൻസ് ഇതൊക്കെ ഗംഭീരമാണ്. പക്ഷെ അത് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്, അതില് ജോക്കറിന്റെ ഒരു പരിപാടിയൊക്കെ ഉണ്ട്, ചിരിക്കുന്ന സംഭവമൊക്കെ, അതൊക്കെ വളരെ മോശമായിട്ട് വന്നു എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അതായത് സൂര്യയുടെ പെർഫോമൻസിനെ കുറിച്ച് തന്നെയായിരിക്കും ആള് ഉദ്ദേശിക്കുന്നത്. അതെ. എന്താണെങ്കിലും ആൾക്ക് ഏറ്റവും ഭയങ്കര ദയനീയമായിട്ട് തോന്നിയത് സ്റ്റോറിയെ കുറിച്ചാണ് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡെമോൺസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആൾക്ക് അത് പിടിയിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. എന്താണെങ്കിലും അതായത് ലൂസിഫർ, ഇബ്ലീസ്, ഇതൊക്കെ തന്നെയാണ്. അതായത് കംസനാണ് കൃഷ്ണൻ പരാജയപ്പെടുത്തിയ കംസനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. എതിരാളിയായിട്ടുള്ള, അതായത് ചെകുത്താന്റെ ക്യാരക്ടറിനെ കുറിച്ചാണ് അത് പറയുന്നത്. ചെകുത്താൻ, അത് തന്നെ ആ സാധനമാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ചെകുത്താനാണല്ലോ, അതാണല്ലോ പറയാനുള്ളത്. അത് കൃഷ്ണന്റെയും കംസന്റെയും ആ ഒരു കംസവധത്തിനെ കുറിച്ചൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അത് വ്യക്തമായിട്ട് അത് മനഃപൂർവ്വം ഇടുന്നത്, അല്ലാതെ വെറുതെ പറഞ്ഞിടുന്നതല്ല. എന്താണെങ്കിലും ആളുടെ റിവ്യൂ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ആൾക്ക് എന്താണെങ്കിലും ആൾ അപരാധം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. ആൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിലും ഈ സിനിമ ഒരു അപരാധമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ആള് പറഞ്ഞു വെക്കുന്നത്. അതെ. അടുത്തത് സീക്രട്ട് ഏജന്റ്. സീക്രട്ട് ഏജന്റ് ആണ്, അതായത് ഇവരെക്കാളൊക്കെ മുമ്പേ റിവ്യൂ ഇട്ടിട്ടുള്ളത്. വളരെ മോശം എന്നുള്ള രീതിയിലാണ് ആളുടെ അഭിപ്രായം. കരിയറിൽ, അതായത് കാർത്തിക് സുബരാജിന്റെ കരിയറിലെ ഏറ്റവും വേസ്റ്റ് മൂവി എന്നുള്ളതും ആള് അഭിപ്രായപ്പെടുന്നുണ്ട്. അവര് പറയുന്ന ഇതാണ്, എല്ലാ സിനിമകളിലും, അതായത് കാർത്തിക് സുബരാജിന്റെ എല്ലാ സിനിമകളിലെയും ഒരു മിക്സ്, അതായത് ഒരു അവിയൽ വേർഷൻ അതാണെന്നാണ് അവർ എടുത്തു പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ BGM-ഉം ഫൈറ്റും ഗംഭീരം എന്നും പറയുന്നു. പക്ഷെ BGM ചില സമയങ്ങളിൽ നല്ലതാണ്, ചില സമയങ്ങളിൽ വളരെ മോശം ആവുന്നുണ്ട് എന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആള് മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞത്, ഇവരുടെ കോമ്പിനേഷൻ, സൂര്യ, പൂജ ഹെഗ്ഡെ, ഇവരുടെ ലവ് ട്രാക്ക് ഉണ്ടല്ലോ, ഞാൻ കണ്ടതിൽ ഏറ്റവും മോശപ്പെട്ട ലവ് ട്രാക്കാണ് എന്നാണ് പറയുന്നത്. ഇതില് അതെ, ആളെടുത്ത് പറയുന്നുണ്ട് സൂര്യ ഇനി മറ്റേ കാർത്തിക് സുബ്രാജിന് വേണ്ടിയിട്ട്, അതായത് സൂര്യ കോംപ്രമൈസ് ചെയ്തതാണോ അതോ ഇനി കാർത്തിക് സുബ്രാജ് കോംപ്രമൈസ് ചെയ്തതാണോ എന്നൊക്കെയാണ് ആളുടെ ഡൗട്ടുകൾ ഉള്ളത് കേട്ടോ. അതായത് ആരോ ഒരാൾ ഇതിന് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടുപേരും പറയുന്നത്. ജിത്തു പ്രത്യേകിച്ച് പറയുന്നുണ്ട് ആ സമയത്ത്, പക്ഷേ കോംപ്രമൈസ് നടന്നിട്ടുണ്ട്. അതെ, പക്ഷേ കാർത്തിക് സുബ്രാജിന്റെ ഏത് സിനിമകളാണ് ഇങ്ങനെ അല്ലാതെ ഉള്ളത്? ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. കാർത്തിക് സുബ്രാജിന്റെ അല്ല, ഇപ്പോൾ മഹാൻ വലിയ സംഭവം എന്നുള്ള രീതിയിൽ പറയുമ്പോഴും ഇത് OTT വന്നതുകൊണ്ടാണ് അതിനങ്ങനെ ഒരു അഭിപ്രായം. ഇത് OTT-യും തിയേറ്ററും തമ്മിൽ സിനിമയുടെ വ്യത്യാസം വരുന്നത്, റിവ്യൂ വരുന്നത് രണ്ട് രീതിയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, OTT വരുമ്പോൾ എല്ലാ അഭിപ്രായവും, അതായത് എല്ലാ ജനങ്ങളുടെ അഭിപ്രായം ഒരുമിച്ച് വരും, ഒറ്റയടിക്കാ വരിക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓരോരുത്തർക്കും ഇത് തനിക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് ഓരോരുത്തരും പറയുമ്പോൾ അത് നല്ലതാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ അതിനെ വിലയിരുത്താം. എന്നാൽ തിയേറ്ററിൽ വരുന്ന സിനിമ എല്ലാവരും പോയി സിനിമ കാണുന്നില്ല, കുറച്ച് ആൾക്കാർ കാണുന്നു, എന്നിട്ട് ആ അഭിപ്രായം കേട്ടിട്ട് പിന്നെ അത് മറ്റുള്ളവരുടെ അഭിപ്രായമായി മാറുന്നു. അതൊരു പ്രശ്നമാണ്. അതിനനുസരിച്ച് ഇതിൻ്റെ സംഗതി മാറുന്നുണ്ട്. അപ്പോൾ മഹാൻ തീർച്ചയായും ഒരു OTT റിലീസ് ആയിരുന്നില്ലെങ്കിൽ തീർച്ചയായും ഇതുപോലെ മിക്സഡ് റെസ്പോൺസ് ആയിരിക്കും അതിന് വരും, ഉറപ്പായിട്ടും അത് അങ്ങനെ തന്നെ വരുള്ളൂ. പിന്നെ ആൾക്ക് ഈ അതായത് ഇതിന്റെ കഥയുടെ സ്റ്റോറിയുടെ ബേസ് എന്താണെങ്കിലും ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. കംസൻ, കൃഷ്ണൻ, പിന്നെ രുക്മിണി, ഈ 3 ക്യാരക്ടേഴ്സിനെ കൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ ആൾക്ക് സംഭവം പിടികിട്ടിയിട്ടുണ്ട്. അത് കാര്യം മനസ്സിലായിട്ടുണ്ട്. അതെ, കംസവധം, പിന്നെ കൃഷ്ണൻ, അത് വിഷ്ണുവിന്റെ മനുഷ്യാവതാരമാണ് കൃഷ്ണൻ. അതുപോലെ ലക്ഷ്മിയുടെ മനുഷ്യാവതാരമാണ് രുക്മിണി. അവർ രണ്ടുപേരും പ്രേമിക്കുന്നതും അതിനുശേഷം ഈ ഒരു സംഭവത്തിലേക്ക് എത്തുന്നതും എന്നിട്ട് കംസവധം നടപ്പാക്കുന്നതുമാണ് കഥ. അതാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതെന്തായാലും സംഭവം മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഏത് രീതിയിലാണ് ആള് ഈ അവതരിപ്പിച്ച രീതി കൊണ്ടായിരിക്കാം ആൾക്കത് പറ്റാതിരുന്നത്. ഇത് അവതരിപ്പിക്കുന്നതിന് രീതി ഉണ്ടല്ലോ, അത് ശരിയായ രീതിയിൽ വർക്കായിട്ടില്ല.
അതുകൊണ്ടായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. യെസ്, റിവ്യൂവിൽ നിന്ന് അതാ മനസ്സിലാവുന്നത്. പിന്നെ ജയറാമിനെ കുറിച്ച് പറഞ്ഞു, ജയറാം കിടിലനായിട്ട് ചെയ്തു എന്ന് തന്നെയാണ് ആള് പറഞ്ഞിട്ടുള്ളത്. അതെ അതെ, ഇതും ഈ സിനിമയെ പോലെ തന്നെ രണ്ടഭിപ്രായം വരും. ഇത് നല്ലതാണെന്നും പറയും, വളരെ മോശമാണെന്നും പറയും. ഇതിന്റെ ക്ലൈമാക്സും അങ്ങനെ തന്നെ. വളരെ കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ കേട്ടോ. കുറഞ്ഞ ആൾക്കാർക്ക്, കുറവ് ആൾക്കാർക്ക്. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തിയേറ്ററിൽ ഒരനക്കമില്ല. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്ത്, അയ്യോ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങളെല്ലാവരും ഇത് എങ്ങനെ എടുക്കുക എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ആരും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ലത്. പക്ഷെ വളരെ കുറഞ്ഞ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളത് അവർക്കറിയാം. പക്ഷെ അവർ സേഫ് സോണിൽ നിന്ന് കളിച്ചിട്ടില്ല. യെസ്, അതിന് വേണ്ടിയിട്ട് ഒരു കോംപ്രമൈസ് അവരവിടെ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് അവർക്ക് മനസ്സിലാവണം, മനസ്സിലാവുന്നവർക്ക് മനസ്സിലായാൽ മതി എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പോയിട്ടുള്ളത്. ഇതിന് മറ്റൊരു ട്രാക്കും കൂടി ഉണ്ട്, അതായത് ലഫിംഗ് ബുദ്ധ. യെസ്, ആ ക്യാരക്ടറും കൂടി ഇതിൽ വരുന്നുണ്ട്. അതിനനുസരിച്ചാണ് അതിന്റെ ക്ലൈമാക്സ് അതൊരു ആയുധമാക്കി മാറ്റുന്നത്. അത് അതിനു മുൻപ് അതിന് മുമ്പൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയും അടുത്ത ചാപ്റ്ററും യുദ്ധവും. യുദ്ധത്തിന്റെ ആവശ്യമില്ലല്ലോ, അത് രസമല്ലല്ലോ. അപ്പോൾ അത് തന്നെ ആയിരിക്കില്ല അതിന്റെ, അതായത് ഒരു വലിയ ക്ലൈമാക്സ് കഴിഞ്ഞു അതിന് മുമ്പ്. അതിനുശേഷം അടുത്തത് ക്ലൈമാക്സ് ആയിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. അത് ക്ലൈമാക്സ് അല്ല, അത് മറ്റൊരു അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ആണ്. അതാണ് അതിൽ കാണിക്കുന്നത്. അത് ആ രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളത് നല്ലതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അടുത്തായിട്ട് വന്നിട്ടുള്ളത് ഉണ്ണി വ്ളോഗ്സ് ആണ് കേട്ടോ. ഓക്കെ പടം എന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത്. ആള് വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്ന് പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് ആദ്യം തന്നെ ആൾക്ക് എങ്ങനെയാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഒരു ഓക്കെ മൂവി ഇങ്ങനെയാണ് ആള് പറഞ്ഞിട്ടുള്ളത്. ബോറടിച്ചിട്ടില്ല. അതെ, അതുപോലെ തന്നെ വലിയ സംഭവമാണെന്നൊന്നും പറയാൻ പറ്റില്ല. സൂര്യയുടെ തിരിച്ചുവരവാണെന്നും പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ആള് റിവ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് തന്നെ. അതായത് ഒട്ടും ബോറടിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ പറഞ്ഞു. ബോറടിക്കാതെ തന്നെ കണ്ടു തീർത്ത സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സംഭവ ബഹുലല്ല, പിന്നെ സൂര്യയുടെ തിരിച്ചുവരവും അല്ല, അല്ലേ? അത് പറയാൻ പറ്റില്ല എന്നുള്ളത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നാണ് ആള് പറഞ്ഞത്. ക്യാപ്ഷനിലും അങ്ങനെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അതായത് സൂര്യ വന്ദിച്ച എന്നാണ് ചോദ്യം. പിന്നെ ആള് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് ഒരു രീതിയുണ്ട്, അതൊരു സത്യമാണ്. കാർത്തിക് സുബ്രാജിന്റെ മൂവിക്കൊക്കെ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ആ സിനിമ പോവുക. അതുപോലെ തന്നെ വിഷ്വലി ഭയങ്കരമായിട്ട് തന്നെ നമുക്ക് ഭയങ്കര കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ടാണ് തോന്നും. ഓരോ സിനിമക്ക് ഓരോ രീതി ഉണ്ടാവും, വിഷ്വൽ ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജ് കണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ രസമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ആൾ പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാട്ടോ. ഇതിൽ ഒരു കാര്യം പറയാനുണ്ട്. അതായത് സാധാരണ നമ്മൾ ഈ മാസിന് ഒരു പട്ടിയെയോ അല്ലെങ്കിൽ ഒരു സിംഹത്തെയോ പുലിയെയോ ആനയെയോ അങ്ങനെയൊക്കെ നമ്മൾ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വെക്കാറുണ്ട്. അതിനൊരു പ്രത്യേകത കിട്ടാൻ നായകന് അല്ലെങ്കിൽ വില്ലന്. പക്ഷേ അവിടെ ഈ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നത് വില്ലൻ്റെ കൂടെ ഒരു ആടിനെയാണ്, ഒരു മുട്ടനാട്. അത് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് ആളിതിനെ അവതരിപ്പിക്കുന്നത് എന്നുള്ളത്. അതായത് നമ്മളിതിൻ്റെ മുമ്പ് കണ്ടിട്ടുള്ള ഈ മാസിന് വേണ്ടി യൂസ് ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു മുട്ടനാടിനെ, ഒരു ഗോട്ടിനെ, അത് ഭയങ്കര രസമുള്ള സാധനം തന്നെയാണ്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. അതെ, ഇതുപോലെ തന്നെ ഇതിനും രണ്ടഭിപ്രായം ഉണ്ടാവും. അതായത് പൂജ ഹെഗ്ഡെയുടെ ഒരു കാര്യം, ഇതിനകത്ത് ആള് പറഞ്ഞിരിക്കുന്നത് സൂപ്പർ ആയിട്ടുണ്ടെന്നാണ്. പല സ്ഥലത്തും പല അഭിപ്രായങ്ങളാണ്. പൂജ ഹെഗ്ഡെ അത്ര അടിപൊളിയായിട്ടില്ല, അതായത് സൂര്യക്ക് മാച്ചിങ് ആയിട്ടില്ല, ക്യാരക്ടർ അല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് സംഭവം ഉണ്ട്. ഇതും ഒരു എന്താ പറയാ മിക്സ്ഡ് റെസ്പോൺസ് വരുന്ന സാധനമാണ്. സിനിമയെ പോലെ തന്നെ. അതെ, സീക്രട്ടിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല പൂജ. അതെ, ഉണ്ണിക്ക് സൂപ്പർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾക്കും മോശമില്ലാതെ ഫീൽ ചെയ്തു. പെർഫോമൻസിലാണ് കുറച്ച് ഇത് വന്നില്ല. പക്ഷെ ആ ലുക്ക് അങ്ങനെ വരണം. കാരണം രുക്മിണി എന്താണെന്നുള്ളത് അറിയുമ്പോൾ അതാണ് അതിന്റെ കറക്റ്റ് കളർ അങ്ങനെയാണ് അത്. എന്താണെങ്കിലും ഇതൊക്കെയാണ് ഉണ്ണിയുടെ റിവ്യൂവിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. അടുത്തത് ഷസാമാണ്. ഷസാമും ഈ ഉണ്ണിക്കും ഷസാമിനും ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അത് ജനങ്ങൾ എന്ത് കരുതും എന്നുള്ളതൊന്നും അവർ നോക്കൂല. അല്ല, അങ്ങനെ കരുതാനേ പാടില്ല. അങ്ങനെ കരുതുന്ന ആൾക്കാരല്ല. ഇവർക്ക് എന്ത് തോന്നിയോ അത് പറഞ്ഞിരിക്കും. അത് ശരിക്കും ഷസാമിന്റെ ഇന്നലത്തെ റിവ്യൂവിൽ അത് വ്യക്തമായിട്ട് ഷസാം അത് എടുത്ത് പറയുന്നുണ്ട്. എന്താണെങ്കിലും ആളുടെ റിവ്യൂ ഇങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത്. സംഭവ ബഹുലമല്ല സിനിമ. അതായത് സിനിമ ആൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഭയങ്കര സംഭവമാണ്, സൂപ്പറാണ് എന്ന് പറയുന്ന അങ്ങനത്തെ രീതിയിലുള്ള ഒരു സിനിമയല്ല. പക്ഷെ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ആൾ പറഞ്ഞത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആള് ലാസ്റ്റ് ഇതിൻ്റെ ഈ റിവ്യൂവിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്, ഇത് ഞാൻ ആരുടെയും തലയിൽ തോക്ക് ചൂണ്ടി എയിം ചെയ്ത് നിങ്ങൾ പോയി കാണാ അല്ലെങ്കിൽ ഇന്ന സാധനം വാങ്ങടാ എന്ന് പറയാൻ അങ്ങനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളല്ല. ഇത് തനിക്ക് എന്ത് തോന്നി എന്ന് പറയാനുള്ള അവകാശമുള്ളൊരു രാജ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്.
അപ്പോൾ തനിക്ക് എന്ത് തോന്നി എന്നുള്ളത് ഞാൻ പറയും. യെസ്, ആളത് അതാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അതെ, അതായത് ആള് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് നമുക്കൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ റിവ്യൂവിന്റെ താഴെ വന്നിട്ടുള്ള കമന്റ്സ് വെച്ചിട്ട്, അതായത് ഈ ഓഞ്ഞ പടത്തിനാണോ പോസിറ്റീവ് റിവ്യൂ പറയുന്നതെന്ന് ചോദിച്ചിട്ട് ആരും വരണ്ട എന്ന് തന്നെ ആള് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ആളുടെ അഭിപ്രായമാണ്. ഈ പടം കാണുമ്പോൾ എനിക്കാണല്ലോ തോന്നുന്നത്, എനിക്ക് തോന്നുന്നു ഈ പടം കൊള്ളാം, അത് ഞാൻ പറയുന്നു. അല്ലാണ്ട് ഇപ്പം മറ്റുള്ളവർ അത് എന്ത് പറയുമോ, അത് മോശമായിരിക്കുമോ അല്ലെങ്കിൽ നല്ലതായിരിക്കും ചിന്തിച്ചിട്ടല്ല റിവ്യൂ പറയുന്നത്. ഈ കാർത്തിക് സുബ്രാജിന്റെ സിനിമകൾ അങ്ങനെയാണേ. അതെ, അതിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് കറക്റ്റ് ഉണ്ണി പറഞ്ഞ പോലെയാണ്, ഒരു സിനിമയ്ക്ക് ഒരു രീതിയുണ്ട്, ആ രീതിയിൽ ഇരുന്ന് കാണണം. ഇതിപ്പോ കണ്ടവര് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നു, അവർക്ക് തോന്നിയതൊക്കെ നമ്മൾ ആ രീതിയിൽ തന്നെ വിലയിരുത്തണം. അത് അവർക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്തു എന്നുള്ളത് തന്നെ മനസ്സിലാക്കണം. പക്ഷെ കാണാതെ, സിനിമ കാണാതെ ഇതാണ് ശരി, ഇന്ന ആൾക്കാർ പറയുന്നതാണ് ശരി എന്ന് വിശ്വസിച്ച് അതിന്റെ പിറകെ കൂടി പിന്നെ അത് ട്രെൻഡാക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതൊന്നും ഒരിക്കലും കാർത്തിക് സുബ്രാജിന്റെ സിനിമ നമുക്ക് വിലയിരുത്താനേ പറ്റില്ല. അങ്ങനെ ഒരിക്കലും പറ്റില്ല. കാർത്തിക് സുബ്രാജിന്റെ മൂവിന്റെ പ്രത്യേകത അതാണ്. മറ്റൊരാള് പറയുന്നത് കേട്ടിട്ട് ആ സിനിമ ഇത് മോശമായിരിക്കൂട്ടല്ല. അങ്ങനെയാണെങ്കിൽ ജിഗർദാന്റെ XXL മിക്സ്ഡ് റെസ്പോൺസ് ആയിരുന്നു. ആ സിനിമ കണ്ടവർക്ക് അറിയാം അത് ഏതാ ലെവൽ എന്നുള്ളത്. ക്രിട്ടിക്സിന് ഭയങ്കര അഭിപ്രായം വന്ന സിനിമയാണ്. പക്ഷെ അത് അല്ലാത്തൊരു ഓഡിയൻസിന്, കോമൺ ഓഡിയൻസിന് അത് ഒന്നായിട്ടില്ല. അങ്ങനെയുള്ള ഒരു സിനിമയാണ് അത്. അങ്ങനത്തെ രീതി ഉണ്ട് അതിലും ക്ലൈമാക്സ് വളരെ മോശം, ശരിയായില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. കാരണം നായകന്റെ എല്ലാം കാണിച്ച് നായകൻ അങ്ങ് ജയിച്ചു വരുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ക്ലൈമാക്സ് ഇഷ്ടപ്പെടില്ല, മോശമായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അതുപോലെ തന്നെയാണ് എല്ലാം. കാർത്തിക് സുബ്രാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം മാറ്റി പിടിക്കാൻ ശ്രമിക്കും പലതും. പട്ടിക്ക് പകരം അവിടെ ആടിനെ കൊണ്ടുവരുന്നത് പോലെ ആളിനെ അതിന് പകരം വേറെ എന്തെങ്കിലും കൊണ്ടുവരും. അതാണ് ആളുടെ രീതി. പിന്നെ ഷസാബ് പറഞ്ഞിട്ടുള്ള കാര്യം ജോജു ജോർജ് കിട്ടലിനായിട്ടുണ്ടെന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ പൂജാന്റെ കാര്യം പറയുന്നുണ്ട്. ഏതാണെങ്കിലും എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.